ഇതിനെയൊക്കെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നുള്ളതിൽ വലിയ ഗവേഷണം നടത്തി. ഇതൊന്നും നമ്മുടെതല്ല കേട്ടോ ഈ ജാഷിയൊന്നും. ഇത് ബാബിലോണിയക്കാർ കണ്ടെത്തി. ബാബിലോണിയ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്നൊരു സംസ്കാരമായിരുന്നു. ഒരു സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങൾ താരതമ്യേന കുറവായിരിക്കും. കാരണം അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവർക്ക് ഈ ദൈവത്തെ ഒന്നും ആവശ്യമില്ല. ദൈവത്തെ ആവശ്യം വരുന്ന എപ്പോഴാണ്? നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ്. അങ്ങനെ വിശ്വാസം, സ്വയം ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരു ജനതയ്ക്ക് ദൈവമൊന്നും അല്ല പ്രധാനം. അവരിതൊക്കെ ശാസ്ത്രീയമായിട്ടാണ് കണ്ടെത്തിയത്. കുറേ കഴിഞ്ഞപ്പം ബാബിലോണിയക്കാരുടെ ആക്രമണം വന്നു, പേർഷ്യക്കാരുടെ ആക്രമണം വന്നു. അതിനുശേഷം അലക്സാണ്ടർ ചക്രവർത്തി ആക്രമിച്ച് കീഴടക്കി ബാബിലോണിയെ. ഈ കാലഘട്ടം ആയപ്പോഴേക്കും അവർ പട്ടിണിയിലും അവരുടെ വ്യാപാര നഷ്ടവും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ആകാശത്തിലൊക്കെ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ഗ്രഹങ്ങളൊക്കെ ദൈവമായി മാറി. വ്യാഴം എന്ന് പറയുന്നത് ഒരു ദൈവമായി. മാർദുക്ക് എന്ന് പറയുന്ന ദൈവം, ബാബിലോണിയക്കാർക്കത് മാർദുക്കായിരുന്നു. അവരുടെ പ്രധാന ദൈവമാണ്. മാർദുക്കിന് ക്ഷേത്രമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിനുർത്ത എന്ന് പറയുന്നത് ശനിയാണ്. അങ്ങനെ ഓരോരോ ദൈവങ്ങൾക്കും പേര് കൊടുത്തുകൊണ്ട് ബുദ്ധിയുടെ ദേവൻ ബുധൻ, എല്ലാ അപകടങ്ങളുടെയും ദേവന്മാരായിട്ട് 2 പേര്, ചൊവ്വയും ശനിയും, എല്ലാ സൽക്കർമ്മങ്ങളുടെയും ദേവനായിട്ട് വ്യാഴവും ശുക്രനും. ഇങ്ങനെ ഓരോരോ ദൈവങ്ങളായിട്ട് ഇത് മാറുകയാണ്. ആകാശത്ത് കാണുന്ന ഗ്രഹങ്ങളെ ഭൂമിയിലുള്ള അവരുടെ പുരാണ കഥകളിലെ കഥാപാത്രങ്ങളാക്കി മാറ്റി ദൈവങ്ങളാക്കി മാറ്റിയാണ്. അങ്ങനെയാണ് അവിടെയൊക്കെ ഈ അന്ധവിശ്വാസങ്ങൾ വളരുന്നത്. ഒടുവിൽ ഇക്കൂട്ടർ തന്നെ ഇതിനെ യൂറോപ്പിലെത്തിച്ചു. യൂറോപ്പിൽ ഏഥൻസിൽ പോയി ജ്യോതിഷത്തിൻ്റെ സ്കൂൾ തുടങ്ങുന്നത് ബാബിലോണിയക്കാരനാണ്. മാർദുക്ക് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ്. യൂറോപ്പിൽ ജ്യോതിഷം എത്തിക്കുന്ന അവരാണ്, ബാബിലോണിയരാണ്. ബാബിലോണിയയിൽ തന്നെ ഈ കാൽദിയ എന്ന് പറയുന്ന പ്രദേശത്തുകാർ കാൽദിയക്കാരാണ്. കാൽദിയൻ ജ്യോതിഷികളാണ് ബാബിലോണിയയിൽ അന്ധവിശ്വാസങ്ങൾ എത്തിക്കുന്നത്, ഗ്രീസിൽ. പിന്നീട് അത് റോമിലേക്ക് പടർന്നു. ഗ്രീസ് വഴിയാണ് ഇത് ഇന്ത്യയിലെത്തുന്നത്. അലക്സാണ്ടറിന് ശേഷമാണ് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഫലഭാഗ ജ്യോതിഷം അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഫലഭാഗ ജ്യോതിഷം ഉണ്ടായില്ല അതിന് മുമ്പ്. അന്ധവിശ്വാസം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ ലക്ഷണം നോക്കൽ, ഒരു ഹോമം നടത്തുമ്പോൾ ഏത് നക്ഷത്രമാണ് ഉദിച്ചു നിൽക്കേണ്ടത് അന്ന് ഗ്രഹമൊന്നും ഇന്ത്യക്കാർക്ക് അറിയില്ലായിരുന്നു. ഗ്രഹമൊന്നും അറിയില്ല. നക്ഷത്രമാണ്, വ്യാഴോ നക്ഷത്രമാണ്, ശുക്രന നക്ഷത്രമാണ്, ഏത് നക്ഷത്രമാണ് ഉദിച്ചു നിൽക്കേണ്ടതെന്നാണ് അവർ പറയുക. അത്തരം അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ഭാവി പറയാൻ ഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താമെന്നുള്ള അറിവ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തെറ്റായ അറിവ് ഇന്ത്യക്കാർക്കുണ്ടായിരുന്നില്ല. അത് ഈ ബാബിലോണിയക്കാർ വഴി, ഗ്രീസ് വഴി ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജ്യോതിഷത്തെ അവതരിപ്പിക്കുന്നത് ഗർഗമുനി എന്ന് പറയുന്ന ആളാണ്. വൃദ്ധഗർഗൻ എന്ന് ജ്യോത്സ്യന്മാർ വിളിക്കുന്ന ആളാണ്. ഏതാണ്ട് BC 2-ാം നൂറ്റാണ്ടിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വൃദ്ധഗർഗൻ്റെ ഗർഗ സംഹിത എന്ന് പറയുന്ന കൃതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറിയപ്പെടുന്ന ജ്യോത്സ്യഗ്രന്ഥം. ജ്യോതിഷഗ്രന്ഥം ഗതമുനിയുടെ ഗ്രന്ഥമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതാണ്ട് BC 1300-കളിലെങ്ങാനാണ് രചിക്കപ്പെട്ടിരുന്നത്. അതിൽ എങ്ങനെയാണ് കാലം ഗണിക്കുക, രാശി എങ്ങനെയാണ് കാലാവസ്ഥ പ്രവചിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാവി പ്രവചനം എന്ന് പറയുന്ന ഒരു സാധനവും അതിൽ കാണില്ല. ഒരാളുടെ ഗ്രഹനില എഴുതുന്നത് എങ്ങനെ, അത് വെച്ച് എങ്ങനെയാണ് ഭാവി പ്രവചിക്കാമെന്നൊന്നും ലഗതൻ അറിയില്ല. ലഗതനൊന്നും അതിൽ പറയുന്നേ ഇല്ല. അതേസമയത്ത് ഈ കാലമായപ്പോഴേക്കും, ഗർഗമുനിയുടെ കാലമായപ്പോഴേക്കും അതൊക്കെ വന്നു. ഇന്ത്യയിൽ ഗർഗസംഹിതയാണ് ആദ്യത്തെ ജ്യോത്സ്യഗ്രന്ഥം. പിന്നെ പരാശരമുനി വന്നു. പരാശരഹോര എന്ന് പറയുന്ന ബൃഹത്തായ കൃതി. പിന്നീട് ഇങ്ങനെ ഓരോരുത്തർ വരികയാണ്. വരാഹമിഹിരനാണ് അവരിൽ ഏറ്റവും പ്രമുഖൻ. AD 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരുപാട് ഗണിതത്തിലൊക്കെ വിദഗ്ധനായിരുന്നു. പക്ഷേ ജ്യോത്സ്യത്തിൻ്റെ ആശാനായിരുന്നു. കാരണം ജ്യോതിശാസ്ത്രം കൊണ്ട് ജീവിക്കാനാവില്ല, അതൊരു വലിയ കഷ്ടമാണ്. ബാബിലോണിയക്കാരുടെ കാലത്തിൽ അതിന് കഴിയുമായിരുന്നു. കാരണം അന്ന് രാജാക്കന്മാരൊക്കെ ജ്യോതിശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കാരണം കാലം ഗണിക്കാനും കാലാവസ്ഥ മുൻകൂട്ടി അറിയാനൊക്കെ അത് ആവശ്യമായിരുന്നു. പിൽക്കാലമായപ്പോഴേക്കും കലണ്ടർ വന്നു. അപ്പോഴും പിന്നെ ഇവരുടെ ആവശ്യമില്ലാതായി. ജ്യോത്സ്യന്മാർക്ക് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് ജീവിക്കണമെങ്കിൽ ജ്യോത്സ്യം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ഈ വരാഹമിഹിരനൊക്കെ തന്നെ ജ്യോത്സ്യന്മാർ കൂടിയായി മാറുന്നത്.
ബ്രഹ്മഗുപ്തൻ വലിയ മാത്തമെറ്റീഷ്യനും വലിയ ശാസ്ത്രജ്ഞനുമായിരുന്നു, ഒരു തർക്കവും. പക്ഷെ അദ്ദേഹവും ജ്യോത്സ്യനായിരുന്നു. കാരണം വയറ്റുപിഴപ്പിന് ജ്യോത്സ്യം പ്രാക്ടീസ് ചെയ്തേ മതിയാവുള്ളൂ എന്നതാണ് അവസ്ഥ. അങ്ങനെയാണ് വരാഹഹോര എന്ന് പറയുന്ന ബൃഹജ്ജാതകം എന്ന് പറയുന്ന കൃതി. നമുക്ക് നിങ്ങൾ വായിച്ചു നോക്കണം, ബഹുരസമാണ് കേട്ടോ വായിക്കാൻ. ഏത് ഗ്രഹത്തിലാണ് നിങ്ങൾ ഗർഭം ധരിക്കുന്നത്, ഏത് ഗ്രഹനിലയിലാണ്? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഗർഭധാരണ കാലം 12 കൊല്ലം വരെ നീളാം. ശരിയോ? ഗർഭം ധരിച്ചിട്ട് 12ാമത്തെ കൊല്ലത്തിൽ പ്രസവിക്കുന്ന ഗ്രഹനിലയുണ്ട്. വേറെ ചില ഗ്രഹനിലയിൽ ഗർഭം ധരിച്ചാൽ 3 കൊല്ലം കഴിഞ്ഞേ പ്രസവിക്കുകയുള്ളൂ. മറ്റു ചില ഗ്രഹനിലയിൽ ഗർഭം ധരിച്ചാൽ പാമ്പിനെ ആയിരിക്കും നിങ്ങൾ പ്രസവിക്കുക. ഭർത്താവിൻ്റെ ഗ്രഹനിലയിൽ ചില ദോഷങ്ങളുണ്ടെങ്കിൽ ഭാര്യ പ്രസവിക്കുന്നത് അന്യൻ്റെ പുത്രനെ ആയിരിക്കും. നോക്കണേ, ഭർത്താവിൻ്റെ ഗ്രഹനില കൊണ്ട് ഭാര്യ പ്രസവിക്കുന്ന ഭാര്യ പിഴച്ചവളാകും എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിരുന്നു. സ്ത്രീക്കൊരു പ്രാധാന്യമില്ല ജ്യോതിഷത്തിൽ. സ്ത്രീയുടെ ജാതകത്തിന് ഒരു പ്രാധാന്യമില്ല. പുരുഷ ജാതകം കൊണ്ട് നിങ്ങൾക്ക് പുരുഷൻ്റെ ഭാവിയും പറയാം, സ്ത്രീയുടെ ഭാവിയും പറയാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊക്കെയാണ് നമ്മളെ ജ്യോതിഷത്തിൻ്റെ സംഗതികൾ. ഇപ്പോഴും ഇതിൽപ്പെട്ട പലതും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ചൊവ്വാദോഷം. എന്തു രസമാണെന്നറിയോ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ? എന്താണെന്നറിയോ? അതുകൊണ്ട് പറഞ്ഞാൽ നിർത്താം. ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജനിക്കുമ്പം ചൊവ്വ അസ്തമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജ്യോതിഷ ഭാഷയിൽ പറഞ്ഞാൽ 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. എന്താ ഈ ഭാവം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ജനിക്കുമ്പം കിഴക്കുദിക്കുന്ന രാശിയെ ലഗ്നരാശി എന്ന് പറയും. അതാണ് ഇല്ല എന്ന് എഴുതിയിരിക്കുന്നത്. ലഗ്നത്തിൽ നിന്ന് 7ാമത്തെ രാശി എന്ന് പറയുന്നത് അസ്തമിക്കുന്ന രാശിയാണ്. അസ്തമിക്കുന്ന രാശിയിൽ ചൊവ്വ നിൽക്കുന്നതാണ് 7ൽ ചൊവ്വ. അപ്പം നിങ്ങൾ ജനിച്ചപ്പം ചൊവ്വ പടിഞ്ഞാറ് അസ്തമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, മറ്റേ കക്ഷിക്കും അത് തന്നെ ഉണ്ടാകണം. അതാണ്. മറ്റേ കക്ഷിയും ചൊവ്വാദോഷത്തിലാണെങ്കിൽ ക്യാൻസൽഡ്, രണ്ടും ചേർന്നിട്ട്. ഒരു കക്ഷിക്ക് മാത്രമാണെങ്കിൽ സംഗതി കുഴപ്പമാണ്. അയാൾക്കല്ല കുഴപ്പം, മറ്റേ കക്ഷി. ഭാര്യയ്ക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഭർത്താവിനാണ് കുഴപ്പം വരിക, അയാൾക്ക് ചൊവ്വാദോഷം ഇല്ലെങ്കിൽ. അതാണ് ജ്യോത്സ്യം ഉണ്ടാക്കിയ ഏറ്റവും വലിയ ചതി. കാരണം നേരെ തിരിച്ച് ഭാര്യയ്ക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തന്നെയാണ് കുഴപ്പവും വരുന്നതെങ്കിൽ ആ ഭാര്യ നേരത്തെ മരിച്ചു പോകുന്നതാണെങ്കിൽ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ ഭർത്താക്കന്മാർക്ക് വലിയ താല്പര്യമായിരിക്കും, ഇല്ലേ? ഒരു ചാൻസും കൂടെ കിട്ടുമെന്ന് അയാൾക്കറിയാം. പക്ഷെ അതല്ല, ജ്യോത്സ്യം ചെയ്ത ചതി ഇതാണ്. പെണ്ണിനാണ് ചൊവ്വാദോഷമെങ്കിൽ കുഴപ്പം വരിക ആണിനാണ്. യുക്തിവാദികൾ പോലും അല്പം നിറയ്ക്കും, വേണം, ചാൻസ് എടുക്കണം. ഇത്തരം ഒരുപാട് ചതികൾ ഉൾപ്പെട്ടതാണ് ജ്യോത്സ്യം. എങ്ങനെ നിങ്ങളുടെ സൈക്കോളജിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ നിങ്ങൾക്കെതിരെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗവേഷണം നടന്നിട്ടുണ്ട് ജ്യോതിഷത്തിലാണ്. ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് നിങ്ങൾ പോയാൽ അയാൾ മിണ്ടാണ്ടിരിക്കുന്നില്ല. അയാൾ നിങ്ങളോട് ഒത്തിരി വർത്താനം പറയും. നിങ്ങളുടെ എല്ലാ സാഹചര്യവും അളന്ന് തൂക്കി പിന്നെ അയാൾ പറയുന്ന കേട്ടാൽ തോന്നും ഇയാളിതെങ്ങനെ മനസ്സിലാക്കി. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിപരമായ ഒരു പ്രവചനശേഷിയും ഉണ്ടാവും കേട്ടോ. വളരെ ഇൻ്റലിജൻ്റാണ് ഈ കൂട്ടർ, അനുഭവത്തിൽ നിന്നുള്ള ജ്ഞാനമുണ്ടവർക്ക്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഉള്ള പ്രവചനങ്ങളാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയിൽ കുഞ്ഞ് ജനിക്കുന്ന കാര്യവും അറിയില്ല. കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കാനുള്ള ഒരു ശക്തി ആ കൂട്ടർക്കില്ല. ബുദ്ധിയില്ലാത്ത സാധനങ്ങളാണ് ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും. ഇതൊക്കെ നമ്മുടെ ആളുകൾക്കൊക്കെ അറിയാം. വ്യാഴം ഭൂമിയുടെ 13 അത് 1300 ഇരട്ടി വലിപ്പമുള്ളൊരു ഗ്രഹമാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. ശനിക്ക് വലയമുള്ള കാര്യം പഠിക്കുന്നുണ്ട്. ചൊവ്വ ഭൂമിയുടെ 10-1 ഉള്ളൂ എന്നും പറയാം. അതിന് ചുവപ്പ് നിറം പണ്ട് ആളുകൾ കരുതിയത് യുദ്ധത്തിൻ്റെ ദേവനായതുകൊണ്ടാണ്. ചോരയുടെ നിറമാണ്. എരീസ് എന്ന് പറയുന്ന യുദ്ധദേവനാണ് ഗ്രീക്കുകാർക്ക്. ഇപ്പം നമുക്കറിയാവോ ഒരു യുദ്ധദേവനുമല്ല. അത് ഭൂമിയുടെ 10-1 മാത്രം വലിപ്പമുള്ളൊരു ഗ്രഹമാണ്. അതിൻ്റെ ഉപരിതലത്തിൽ ഇരുമ്പിൻ്റെ ഓക്സൈഡ് ഉള്ളതുകൊണ്ട് ചുവന്ന് കാണുന്നതാണ്. ഇരുമ്പിൻ്റെ ഓക്സൈഡിൻ്റെ നിറമാണത്, അല്ലേ? അപ്പം ഇതൊക്കെ അറിയാമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ചൊവ്വ ഇങ്ങനെ കിടന്ന് നമ്മളെ പേടിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ശാസ്ത്രം എത്തുന്നില്ല. പഠിക്കുന്ന ശാസ്ത്രം പുറമേ